അച്ഛാ, അച്ഛൻ എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആർക്കും വയ്യല്ലോ. അച്ഛൻ പറ, അത് കേൾക്കാനാ ഞങ്ങൾ വന്നത്. മക്കളെ, നിങ്ങളാണ് സത്യം. ഞങ്ങളെ വിളിച്ച സത്യമായിട്ടില്ലേ അച്ഛാ? നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളോടൊന്നും പറയാനില്ല എനിക്ക്. അച്ഛൻ പറ. ഉണ്ടായിരിക്കണം. മക്കളെ, ഞാനല്ല. നിങ്ങളുടെ അമ്മ ജോലി ചെയ്യണ സ്ഥലത്ത് കൈക്കൂലി കൊണ്ട് വെച്ച് വിജിലൻസ് കൊണ്ട് പിടിപ്പിച്ചത് ഞാനല്ല. പിന്നെ അച്ഛൻ ഓഫീസിൽ പോയേ? എനിക്ക് നിങ്ങളുടെ അമ്മയെ കാണാൻ തോന്നി, ഞാൻ പോയി. അത് വിശ്വസിക്കാൻ പാടാ അച്ഛാ. അത് ഞാൻ നിങ്ങളെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? അച്ഛൻ ബാക്കി പറ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ പോയതാ. ഞാൻ അറിഞ്ഞു ആ സമയത്ത് വിജിലൻസ് വരും, നിന്റെ അമ്മേനെ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മുമ്പ് അച്ഛൻ അമ്മയുടെ ജോലി കളയാൻ നോക്കി എന്നുള്ള കാര്യമൊക്കെ സത്യമാണ്. പക്ഷെ ഇത് ചെയ്ത് ഞാനല്ല. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ വാ. മരിച്ചുപോയ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയണേ, അത് ഞാനല്ല ചെയ്തത്. ഞാനല്ല അത് ചെയ്തത്. ഇനി നിങ്ങൾക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട. ചേച്ചി പറഞ്ഞ ശരിയാ. അച്ഛൻ പുതിയ നമ്പർ ഇറക്കിയതാ. അയ്യേ, ചേച്ചിക്ക് അറിയണോ? ചേച്ചിയല്ലേ പറഞ്ഞേ അച്ഛൻ പല നമ്പറും പറയുന്നു, അതില് വീഴണ്ടാന്ന്. ഇപ്പൊ ചേച്ചിയാണോ അതില് വീണ? അബേ, എനിക്ക് തോന്നുന്നു അച്ഛൻ പറയും സത്യമായിരിക്കും. അച്ഛൻ കള്ളമൊക്കെ പറയും, അത് സത്യമാ. പക്ഷെ അച്ഛൻ നമ്മളോട് കള്ളം പറയില്ലടാ. അതുകൊണ്ട് അച്ഛൻ പറയും സത്യമായിരിക്കും. ചേച്ചി എന്നെ കൂടെയും കൺഫ്യൂഷനിലാക്കല്ലേ. അച്ഛൻ പറയും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കിനി സത്യാവസ്ഥ അറിയണം. അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അമ്മ അറിയണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോടാ? എന്റെ കയ്യിലും ഐഡിയ ഇല്ല. നേരെ ചെന്ന് അമ്മയോട് പറയാന്ന് വെച്ചാൽ അത് നടക്കില്ല. അമ്മ ഓടിക്കും. അമ്മ നേരത്തെ പറഞ്ഞതാ അച്ഛന്റെ വക്കാലത്തും കൊണ്ട് വരല്ലേ. നമുക്ക് കുഞ്ഞമ്മയോട് പറഞ്ഞാലോ? നല്ലതാ. അമ്മയുടെ ഫോട്ടോ കോപ്പിയാ കുഞ്ഞമ്മ. അത് നടക്കില്ല. രണ്ടാളും നല്ല സീരിയസ് ചർച്ചയിലാണല്ലോ. നീ അറിഞ്ഞില്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ? പക്ഷെ ഒരു ഡൗട്ട്. അച്ഛൻ പറയുക അച്ഛനല്ല അമ്മയുടെ ജോലി കളഞ്ഞു. അത് കള്ളം പറയുന്നതായിരിക്കും. ആദ്യം ഞങ്ങളും അത് തന്നെയാ വിചാരിച്ചത്. പക്ഷെ ചെറിയൊരു ഡൗട്ട്. അമ്മയോടും കുഞ്ഞമ്മയോടും ഒന്നും ഡയറക്റ്റായിട്ട് സംസാരിക്കാനും പറ്റില്ല. നമ്മുടെ കൂടെ ഒരു സ്ട്രോങ് ആള് വേണം. അയാൾ പറഞ്ഞാ അമ്മ കേൾക്കണം. ഓ, അതാണോ? എന്നാ അങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ട്. അതാര്? പ്രകാശൻ, എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ പറഞ്ഞ വാടേമ്മ കേൾക്കും. അത് കറക്റ്റ്. കൊച്ചാ, എന്താടാ അച്ഛന്റെ മുകളിലോട്ട് വരുമോ? സീരിയസ് മാറ്ററാ. താഴത്തേക്ക് വാ, ഞാൻ പുറത്തു പോവാ. എന്തോ അച്ഛൻ ഈ പറയുന്നത്? ഞങ്ങള് മൂന്നേരം താഴോട്ട് ഇറങ്ങി വരുന്നതിനെക്കാട്ടും നല്ലതല്ലേ അച്ഛൻ ഒറ്റയ്ക്ക് മുകളിലോട്ട് വരുന്നത്? വാ അച്ഛാ, അത്യാവശ്യ കാര്യാ. ഒന്ന് വന്നേ. എന്തുണ്ടെങ്കിലും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അത് സോൾവ് ചെയ്യും. എന്താ കാര്യം? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ക്ലയന്റിനെ കാണാൻ പോകാനുള്ളത്. പിന്നെ ക്ലയന്റ് ഇവിടെ അത്യാവശ്യമുള്ള കാര്യം പറയാനാ. എന്തു പറ്റി? അത് പിന്നെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയണേ, അത് ഞാനല്ല ചെയ്തത്.